ആണെന്നൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ ഒരു സർപ്പക്ക ആ ഒരു ട്രാൻസിലേക്ക് എല്ലാരും തന്നെ പോയി. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മുടെ ഡാൻസേഴ്സിന്റെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. അവർ ഏത് പെർഫോമൻസ് ചെയ്താലും 100% കമ്മിറ്റഡ് ആണ്. അല്ല, absolutely. So for all the dancers, a lot of love from all of us. We understand that it's difficult. ഈ നാടൻ പാട്ടുകളൊക്കെ നമ്മളെ വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുപോണേ, ഒരു ട്രാൻസ് ഫീലിംഗ്. ഐ ടോട്ടലി എൻജോയ്ഡ് ഇറ്റ്. ജഡ്ജസും ഈക്വലി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്ത് തോന്നുന്നു ചോദിക്കാം. ശരത് സർ. സത്യത്തിൽ നമ്മളൊരു സർപ്പകാവി പോയി നിൽക്കുന്ന ഒരു ഫീല് തോന്നി എനിക്ക്. സത്യത്തിൽ നമുക്ക് ആ മഞ്ഞൾപ്പൊടിയും നാഗത്തന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടി. പിന്നെ കുറച്ച് ടെമ്പോ ഒരു 2 സ്ഥലത്ത് ഈ ചൊപ്പയാ അതൊരെണ്ണം വന്നല്ലോ. എന്താണ് ചൊപ്പക്കച്ച അവിടെ തൊട്ടാണ് കുറച്ച് ടെമ്പോ പ്രോബ്ലം ഉള്ളത്. നന്നായിരുന്നു ടോട്ടലി. പിന്നെ ഡാൻസേഴ്സിന്റെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. എല്ലാരും അവരെന്തുമാത്രം ഫിസിക്കലി സപ്പോർട്ടാണ് സുധീഷിന്. അവർ കൂടെ നിന്നിട്ട് എല്ലാരും ഈ ഒരു ഭക്തി കയറിയിട്ട് തല അങ്ങനെ കൊടുക്കുന്നത് അത് വേറൊരു വികാരമാണ്. അത് അവരറിയാതെ വന്നു പോകുന്നതാണ്. ഇവിടുന്ന് അഭിനയിക്കല്ലേ അവര്. കഷ്ടമാണ്, വലിയ പാടാണ്. ഇപ്പൊ ഡാൻസേഴ്സിന് എന്റെ വക ഒരു വലിയ ക്ലാസ്. അപ്പൊ മോനെ ഇത്രേ ഉള്ളൂ. ടോട്ടലി നന്നായിരുന്നു മോനെ. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിരുന്നു മോനെ. കണ്ടിട്ട് അങ്ങ് ആ പാടുമാതിരി കോരിത്തിരിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് ഇതുപോലെ ഒരു മുടിയാട്ടം ഒരെണ്ണം ചെയ്യുന്ന ഒരു പടത്തിൽ അഭിനയിച്ചു. അയ്യോ, ഈ മുടിയാട്ടം അത് വലിയ നീളത്തിലുള്ള മുവിക്കൊക്കെ വെച്ചിരുന്നു ഞാൻ. അപ്പൊ ഇങ്ങനെ മുടിയാട്ടം ഇങ്ങനെ ആടി വരുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊരു എന്തോ ഒരു നമ്മുടെ അകത്ത് എന്തോ കേറുന്ന പോലെ തോന്നും കേട്ടോ, സത്യത്തിൽ പറഞ്ഞ. അങ്ങനെ ആടി ഞാൻ തളർന്ന് താഴെ വീണു. എല്ലാ ഡാൻസേഴ്സും വളരെ നല്ലതായിട്ട് ചെയ്തു. താങ്ക് യു മാം. ചിത്ര ചേച്ചി അസലായിരുന്നു കേട്ടോ. ഇന്ന് എന്താ പറയണ്ട, ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാരെയും ഒരു ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ഞാൻ ഓർക്കസ്ട്രയും ഡാൻസേഴ്സും രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് മേളക്കൊഴുപ്പും എല്ലാം ഭയങ്കര ആ കൂടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെറിയ സംഗതി ക്ലാരിറ്റിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയണില്ല. പക്ഷെ ഈ ഒരു പാട്ടിന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. ശ്രീയേട്ട. ശരിക്കും പാടിയാൽ സർപ്പം വരും. അത് സത്യമാണ്. സത്യമായ ഒരു കാര്യമാണ് സർപ്പം. മണ്ണാർശാല, അതുപോലെ തന്നെ തിരുപ്പതിയിൽ നിന്ന് വരുന്ന വഴിക്ക് ശ്രീ കാളഹസ്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു അമ്പലം. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് കാണാൻ ആഗ്രഹിച്ച് ഞാൻ പോയതാണ്. ഒരു വല്ലാത്ത അനുഭവം തന്നെയാണത്. കാരണം അതൊരു വലിയ ഗുഹയിലെ ഒരു വലിയ ശിവലിംഗം. നമ്മൾ സാധാരണ ഇത്രയുള്ള ശിവലിംഗമല്ല, നമ്മുടെ ഇവിടെ തോള് വരെ വരുന്ന ശിവലിംഗത്തിൽ സർപ്പം ഇങ്ങനെ ചുറ്റിക്കിടക്കാണ്. സ്വർണത്തിന്റെ ഇതിനകത്ത് ചുറ്റിക്കിടക്കാണ്. അതിന്റെ ഫ്രണ്ടില് അതിന് ഏകദേശം ഒരു 2 മീറ്റർ അകലത്തില് ഒരു വിളക്ക്, ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും അവിടെ കാറ്റ് പോലും കയറില്ല. അതിനകത്ത് കയറി ഞാൻ കണ്ടതാണ്. കാരണം അതിനകത്ത് കയറണമെങ്കിൽ സ്പെഷ്യൽ പാസ്സൊക്കെ എടുക്കണം തമിഴ്നാട്ടിൽ. കയറി കണ്ടപ്പോ ഈ ദീപം ചലിക്കുകയാണ് ഇങ്ങനെ. അതിനകത്ത് കാറ്റില്ല. അതിന്റെ ഐതിഹ്യം ആ സർപ്പത്തിന്റെ ശ്വാസമാണ് ഇതിൽ വന്ന് തട്ടിയിട്ടാണ് അത് അനങ്ങുന്നതാണ്. അത്രത്തോളം ശക്തിയുള്ള ഗായകൻ. ആദ്യം എനിക്ക് സുധീഷ് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അനുഭവം ഉണ്ടായി. കാരണം ആദ്യം സർപ്പത്തന്മാരെ എന്നൊരു ആറ്റ്ലിപ്പ് ഉണ്ടല്ലോ, അത് പാടിയപ്പോഴത്തേക്ക് സത്യത്തിൽ അതൊരു വളരെ ഗംഭീരമായിരുന്നു. കാരണം ഏറ്റെടുക്കണേ സർപ്പങ്ങളെ എന്ന് പറയുന്ന ഏറ്റെടുക്കുന്ന ഒരു ലെവലിൽ സുധീഷ് പാടിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഇവര് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് ടോട്ടലി എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. Shreya, out of 30. 23. Thank you, sir. 23. Sharat sir? 23 months. Thank you, sir. 23. Chitra Chechi? ഞാനും 23 then. 23. And Shilama? 9 marks. 9 on 10. Excellent. 69 plus 9, 78. വളരെ നല്ല മാർക്സ് ആണ്. 78. So congratulations. എല്ലാവരും പാട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ SMS അയക്കണം.